ഹലോ ഗൈസ്, നമ്മളിന്ന് വെളിയിൽ തൂക്കാനൊക്കെ വൈകിട്ട് പോയപ്പോൾ വീണ്ടും ഇവരെ ഇറക്കിയിരുന്നത് കുരുത്തക്കേടിൻ്റെ ഏറ്റവും വെച്ചാൽ കുരുത്തക്കേടിൻ്റെ ഏറ്റവും പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. എന്നെ തൂക്കാനും സമ്മതിക്കത്തില്ല, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. അതിന് രണ്ടുപേരും കൂടെ അടി കൊടുന്നു. എല്ലാവരും ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ട്. ഭയങ്കര അടിയാണ് ഇവർ. അടിയെന്ന് വെച്ചാൽ ഭയങ്കര എന്നാൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും. അമ്മ തള്ളാമെന്ന് നോക്കിയിട്ട് പോയി പിന്നെ പോയി കുരുത്തക്കേട് കാണിക്കാൻ പോയി. ഇത് ഞാൻ എല്ലാവർക്കും വീഡിയോ ഇടുന്നത് എൻ്റെ മോളാണ്. അതുകൊണ്ടാണ് അത്രയും വീഡിയോയ്ക്ക് അത്രയും ക്ലാരിറ്റി ഇല്ലാത്തത്. രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടെ കുളിപ്പിക്കുന്നുണ്ട്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നതല്ല, ആ മുഖമൊക്കെ അത്രയും മണ്ണിലിട്ട് ഓരയ്ക്ക്. എന്നാൽ മണ്ണിലല്ല അവരാക്കുന്നത്, എന്നാലും അവരത് പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് മോന്ത ഇങ്ങനെ ആക്കിയിട്ടിരുന്നു. അങ്ങനെ എന്നെ നോക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തിരിച്ച് പണിഞ്ഞു പോയി. രണ്ടുപേരും കൂടെ കുടുംബത്തിൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുവിധമൊക്കെ ഞാൻ തൂത്ത് ഒരുവിധം വൃത്തിയാക്കാമെന്ന് വെക്കുമ്പോഴത്തേക്കും അത് വീണ്ടും വരെയാണ്. രണ്ടുപേരും വട്ടം കറങ്ങി. അങ്ങനെ ഞാൻ അടിച്ചു പൊട്ടിക്കണം. നമ്മൾ തീയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ തീയിട്ടിട്ടങ്ങ് പോകും. അപ്പോൾ ഇവരെ വെളിയിൽ ഇറക്കണ്ടെന്ന് വിചാരിക്കുക. ഭയങ്കര ബഹളമായതാണ് പിന്നെ വെളിയിലൊക്കെ ഇറക്കിയത്. ഉണ്ടായിരുന്നു എൻ്റെ പിറക്കെ ഓടുന്നു. അപ്പം ഇവരെ നമ്മൾ സെയിൽ ചെയ്യുന്ന പട്ടിക്കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ പേരും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ പേരും മറ്റും ഇടും. അതൊന്നും നമ്മൾ പേരിടാറില്ല. മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ പേരിടുന്നുണ്ട്, നമ്മൾ ഇടാറില്ല. എന്നാലും അവർ വിളിച്ചാൽ ഭയങ്കര ഇതായിട്ട് വരും. പിന്നെ വെളിയിലൊക്കെ ആൾക്കാർ ഒരു ടോയ്ലറ്റിലും മറ്റുമൊക്കെ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. വെളിയിലോട്ട് ആക്കുകയാണെങ്കിൽ ഞാൻ ക്യാമറ എടുത്ത് ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും ഒരു പട്ടിക്കുട്ടി ഒന്ന് ഫ്രണ്ട് ക്യാമറ ആക്കി, പിന്നെയും ഞാനത് ബാക്ക് ക്യാമറ ആക്കി, പിന്നെ ഒരു വീഡിയോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ഓട്ടമത്സരം നടത്തുന്നു. അങ്ങനെ അവർ നമ്മളെ കൂടെ ഒക്കെ ഓടും. അങ്ങനെ അങ്ങനെ പേടിയും കാര്യങ്ങൾക്കൊന്നും ഇവർക്കില്ല കേട്ടോ. അത് പറയണമല്ലോ. അങ്ങനെ ഉണ്ട്. പക്ഷെ കുട്ടികൾ എപ്പോഴും പിന്നെ ആക്റ്റീവാണ്. നമ്മളിവിടെ തന്നെ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അച്ഛനും അമ്മയായാലും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ അത് അത്രയും സുരക്ഷിതത്വം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇതിവിടെ തന്നെ ബ്രീഡ് ചെയ്ത്. ഇതിപ്പം ഞാൻ ഇതിൻ്റെ അച്ഛൻ പട്ടിയെ എടുത്തിട്ടില്ല. അതായത് അച്ഛൻ പട്ടീന്നല്ല, അച്ഛൻ ഇതിൻ്റെ ബ്രീഡുകൾ ആൺപട്ടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. പട്ടിക്കുട്ടി ഇട്ടിട്ടില്ല. അവനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇറക്കാക്കത്തില്ല. അവർ ഇത്തിരി ആൾ ഡേഞ്ചറാണ്. എന്നാൽ കടിച്ച് എടുക്കുന്നില്ല. കുരച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർക്ക്